ആശുപത്രികളിൽ സുരക്ഷയ്ക്കായി ആംഗാർഡുകളെ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഗൺമാൻ അസോസിയേഷൻ ഓഫ് കേരള. തങ്ങളും തോക്കും തോക്കിന് ലൈസൻസ് ഉള്ളവരാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കിംഗ് മേഖലകളിലും വ്യവസായ മേഖലകളിലും ഏജൻസികളുടെ കീഴിൽ കാലങ്ങളായി വലിയ തോതിൽ ചൂഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഗൺമാന്മാരെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1/10/2024 പ്രഖ്യാപിച്ച മിനിമം വേജസ് പോലും ഒരു കമ്പനികളും തരാൻ തയ്യാറാവുന്നില്ല. ഇത് അവർക്കുള്ള ഒരു അധിക ബാധ്യതയില്ല. ഇത് ബാങ്കാണ്, ഇത് ഗവൺമെന്റിന് ബുദ്ധിമുട്ടില്ല. ഇത് ഞങ്ങൾ അധികാരികളെ അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി മുതൽ റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാൻ, റിസർവ് ബാങ്ക് ഗവർണർ എല്ലാവർക്കും ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ട് അധികാരമായില്ല, ഒരു മാസം ആകുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ബെഫിക്കും ഞങ്ങൾ ബെഫിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. ബെഫിയുടെ ജില്ലാ സെക്രട്ടറിമാർക്ക് ലെറ്റർ കൊടുക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പലവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി ഒരു യൂണിയനിലും പ്രവർത്തിക്കാതെ സ്വതന്ത്രമായി നിന്നവരായിരുന്നു തങ്ങളെന്നും പിന്നീടാണ് CATU യൂണിയനിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും അവർ പറഞ്ഞു. ഒരു ഗൺമാൻ എന്നാൽ തോക്ക് ഉപയോഗിക്കുവാൻ മാത്രമല്ല ഫയർ ഫൈറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി അടിസ്ഥാന പാഠവം ഉള്ളവരാണെന്നും അവർ വ്യക്തമാക്കി. മെയിൻ ഏജൻസികൾ ഗൺമാന്മാരെ വയ്ക്കാതെ സിവിൽ ഗാർഡിനെയും എയർഗൺ ഉപയോഗിക്കുന്നവരെയും വെച്ച് ചില ബാങ്ക് മാനേജർമാർ ഉൾപ്പെടെയുള്ളവരുടെ അനുവാദത്തോടെ മാസം തോറും വലിയ തുകയാണ് ഇവർ കീശയിലാക്കുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാങ്ക് മാനേജർമാരും അല്ലെങ്കിൽ ബാങ്കിന്റെ തലപ്പത്ത് അതിന് മുകളിലിരിക്കുന്ന പലരും ഈ ഏജൻസികളുമായിട്ട് വഴിവിട്ട ഒരു ബന്ധമാണ്. അതുകൊണ്ട് അവര് കണക്കിൽപ്പെടാത്ത, എന്നുവെച്ചാൽ കണക്കിൽപ്പെടാത്തതല്ല, റിസർവ് ബാങ്കിന്റെ നിയമത്തിന് അതീതമായിട്ടുള്ള പൈസയും റിസർവ് ബാങ്ക് എന്തൊക്കെ നിയമങ്ങൾ പറയുന്നോ അതൊന്നും പാലിക്കാതെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ബാങ്കിന്റെ മേലധികാരി ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിൽക്കുക. ക്യാഷ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന പണം മറ്റ് ഗൺമാന്മാരില്ലാത്ത വാഹനത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് പോലും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ വളരെ അലക്ഷ്യമായിട്ടാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. സ്റ്റേറ്റ് കോർഡിനേറ്റർ G. ഹരിഗോപാൽ, CG. സുരേഷ് കുമാർ, ദേവരാജൻ, സെബാസ്റ്റ്യൻ ജോസഫ്, അജികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.